ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകി. ഖത്തർ എക്സ്പോയ്ക്ക് എടുത്തതാണ്. കുറേ നാൾ കൊണ്ട് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു. എന്തോ ഒരു മടുപ്പ് തോന്നിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ നാൾക്ക് ശേഷം പിന്നെയും വീഡിയോ ഇടുമ്പോഴത്തേക്കും മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുകയുള്ളൂ. അല്ലെങ്കിൽ അതേപോലെ സ്റ്റില്ലായിട്ട് നിൽക്കും. ഖത്തറിലെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയായിരുന്നു. ഇതൊരു 3D പോലെയുള്ളൊരു ഇതായിരുന്നു. കുറേ വാളൊക്കെ വെച്ചിട്ട് അതിനകത്ത് മൊത്തം 3D ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സ്ക്രീനിൽ മൊത്തം 3D ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പുകയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. മുകളിലേക്കാണെങ്കിൽ നോക്കൂ, ഇഷ്ടംപോലെ ലൈറ്റ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ആളുകൾ വന്നും കാണുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം ഏതോ ഒരു ലോകത്ത് പെട്ട പോലെ ആയിരുന്നു. എല്ലാവരും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരുപാട് നടന്ന് ശരിക്കും കാല് നന്നായി വേദനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വീട്ടിൽ തിരിച്ചു പോയത്. ഇതിനുള്ളിൽ കയറിയാൽ തന്നെ സമയം പോണതറിയത്തില്ല. എന്തായാലും നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ഡിസംബറിലായിരുന്നു. നമ്മൾ വെക്കേഷന് അങ്ങോട്ട് പോയതായിരുന്നു. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പക്ഷേ മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ആ ലൈറ്റ്സിനെ പല 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 രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കുമായിരുന്നു. ഒരുപാട് റൂം പോലെയായിരുന്നു അവർ 3D വാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ റൂമിലും മാറി മാറി കയറുമ്പോഴത്തേക്കും ഓരോരോരോ വെറൈറ്റി ആയിരുന്നു. അത് ഹോട്ട് ബലൂണാണ്, നമ്മുടെ പാരച്യൂട്ട് പോലെ. അതിനകത്ത് കയറി 15 മിനിറ്റോളം നമ്മുടെ ഖത്തറിലെ എല്ലാ കാഴ്ചകളും കാണിക്കും. ഒരുപാട് ഉയരത്തിലൊന്നും പോകത്തില്ല, എന്നാലും അത്യാവശ്യം ഉയരത്തിൽ പോകും. പുറമേ നിന്ന് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഉയരം പേടിയായതുകൊണ്ട് തന്നെ ഹോട്ട് എയർ ബലൂണിൽ കയറാൻ നമ്മൾ താല്പര്യപ്പെട്ടില്ല. ഇതിനുള്ളിലാണ് നമ്മൾ ആദ്യം കയറിയത്. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കയറിയത് ആദ്യം, പുറമേ നിന്നുള്ളത് അവസാനവും വന്നു. പുറമേ നിന്ന് കാണാനും വളരെ ഭംഗിയായിരുന്നു. അപ്പം അകത്തെ കുറച്ച് വിഷ്വൽസും കൂടി ഇടാമെന്ന് കരുതി. കുറേ നല്ല ബോൾസ് പോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ എല്ലാവരും കയറി പോകുന്നു. എന്താ സംഭവം എന്നറിയാൻ നമ്മളും കയറി.
അകത്ത് കയറി മുകളിലോട്ട് നോക്കിയപ്പോഴാണ് കുറേ ബോൾസ് വന്ന് തലയിൽ കൂടെ വീഴാൻ പോകുന്ന പോലെ ഒരു സോങ് ഇട്ടിട്ടുണ്ട്. ആ സോങ്ങിനനുസരിച്ച് ഈ ബോൾസും ഒരു ഡാൻസിങ് ബോൾ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കുറേ നേരം നമുക്കൊരു ഹിപ്നോട്ടിക് ഫീൽ പോലെ തോന്നുന്ന ഒരു സംഭവമായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി. കുറേ കുട്ടികളും ആളുകളും എല്ലാവരും നടന്ന് ക്ഷീണിച്ചവരും എല്ലാവരും വന്ന് അവിടെ ഇരുന്ന് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ അതെല്ലാം നോക്കി. അപ്പോഴേക്കും മോൾക്ക് ബോറടിച്ചു. അപ്പം മോള് വന്ന് പോകാം. അങ്ങനെ നമ്മൾ കുറേ നേരം എന്തായാലും നോക്കിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ബോൾ വളരെയധികം താഴോട്ട് വരുമ്പോൾ നമ്മുടെ തലയിൽ വന്ന് വീഴുമ്പോൾ നമ്മൾ പേടിക്കും. പക്ഷേ വീഴത്തില്ല. നല്ല എൻ്റർടൈൻമെൻറ്റിങ് ഷോ ആയിരുന്നു. ഇവിടുത്തെ പാട്ടുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ വോയിസ് വീഡിയോയിൽ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് വന്നു. എങ്ങനെ വന്നെന്നറിയില്ല. ഒരു പക്ഷേ അത് അറബിക് സോങ് ആയിരിക്കാം. ഒരു പ്രത്യേക വേൾഡിലെത്തിയ പോലെ നമുക്ക് തോന്നും കുറച്ച് നേരം അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ കണക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ഇവിടുത്തെ കാറ്റിനൊക്കെ തന്നെ നല്ല ഒരു ഇതാണ്, പ്രകൃതിയും ഒരു ഭംഗിയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ എവിടെയും വരില്ല. പക്ഷേ ക്ലീൻ സിറ്റിയാണെന്ന് പറയാം. രാവിലെ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ രാത്രി യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. രാത്രിയാകുമ്പോൾ നിറയെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാനൊരു സുഖമുണ്ട്. എന്തായാലും നമ്മൾ പുറത്തിറങ്ങി. കുട്ടികളും വലിയവരും എല്ലാവരും പാർക്കിലും അവിടെ ഇവിടെ എല്ലാം കളിക്കുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു ഇത്. ചെടി കൊണ്ടൊരു ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം ലൈറ്റ് ഡെക്കറേഷൻ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇത് വേറൊരു ഹാളായിരുന്നു. ഒരു 3D അക്വേറിയം ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അക്വേറിയം ആയിരുന്നു.